നമസ്കാരം. പാകിസ്ഥാന്റെ സൈനിക മേധാവിയും സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷലുമായ അസീം മുനീർ അമേരിക്കയിൽ വച്ച് നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സൈനിക മേധാവിയുടെ പദവിക്ക് യോജിക്കാത്തതും ഉത്തരവാദിത്തമില്ലാത്തതുമാണെന്ന് പലരും വിലയിരുത്തുന്നു. ഒരു വശത്ത് പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെയും നയതന്ത്രപരമായ ഒറ്റപ്പെടലിന്റെയും സൂചനകളുണ്ടെങ്കിൽ മറുവശത്ത് ആണവ ഭീഷണി മുഴക്കി അദ്ദേഹം വീണ്ടും ലോകശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഫ്ലോറിഡയിൽ പാകിസ്ഥാൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ജനറൽ അസീം മുനീർ വിവാദപരമായ താരതമ്യങ്ങൾ നടത്തിയത്. ഇന്ത്യയെ ഒരു ഹൈവേയിലൂടെ അതിവേഗം പായുന്ന മിനുസമുള്ള മെഴ്സിഡസ് ബെൻസ് കാറിനോടാണ് അദ്ദേഹം ഉപമിച്ചത്. എന്നാൽ പാകിസ്ഥാനെയോ നിറയെ ചരക്ക് കയറ്റി പഴകി പതിയെ നീങ്ങുന്ന ഒരു ഡംപ് ട്രക്കിനോടും. ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ആർക്കായിരിക്കും നഷ്ടമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ പരിഹാസത്തിന് ഇടയാക്കി. പ്രത്യക്ഷത്തിൽ പാകിസ്ഥാന്റെ ദുർബലമായ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ അദ്ദേഹം തന്നെ പരോക്ഷമായി സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഒരു ഡംപ് ട്രക്ക് ഇടിച്ച് മെഴ്സിഡസ് ബെൻസിന് നാശനഷ്ടമുണ്ടാക്കുന്നത് പോലെ സാമ്പത്തികമായി പാകിസ്ഥാൻ പിന്നിലാണെങ്കിലും ഇന്ത്യയെ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ ഉപമയിലൂടെ നൽകിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ അസീം മുനീർ ആണവായുധങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. പാകിസ്ഥാൻ ഒരു നിലനിൽപ്പിന്റെ ഭീഷണി നേരിട്ടാൽ ഞങ്ങൾ ലോകത്തിന്റെ പകുതിയെ കൂടെ കൊണ്ടുപോകും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഒരു ആണവരാഷ്ട്രത്തിന്റെ സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ വെച്ച് ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നത് ഇതാദ്യമാണെന്നും ഇത് ആണവ നിരായുധീകരണ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആണവ ഭീഷണിക്ക് പുറമെ സിന്ധു നദീജല കരാറിനെക്കുറിച്ച് മുനീർ സംസാരിച്ചു. ഇന്ത്യ സിന്ധു നദിയിൽ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പൊളിച്ചു നീക്കാൻ പാകിസ്ഥാൻ 10 മിസൈലുകൾ ഉപയോഗിക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ്. അസീം മുനീറിന്റെ പ്രസംഗത്തോട് ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും ആണവ ഭീഷണി മുഴക്കുന്നതും അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ മുനീറിന്റെ വാക്കുകൾ വലിയ പരിഹാസത്തിന് പാത്രമായി. ഡംപ് ട്രക്ക് ഉപമയെ ട്രോളുകളും മീമുകളും കൊണ്ട് പലരും ആഘോഷിച്ചു. പാകിസ്ഥാന്റെ മോശം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സൈനിക മേധാവി തന്നെ തുറന്നു സമ്മതിച്ചുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ രാജ്യത്തിന്റെ സൈനിക മേധാവി അമേരിക്കയിൽ നടത്തിയ ഈ പ്രസംഗം പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ജനറൽ മുനീറിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉയർത്താനുള്ള ശ്രമമാണെന്ന് ചിലർ വിലയിരുത്തുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിന് ശേഷം പാക് സൈന്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾക്കെതിരെ രാജ്യത്തിനകത്തും പുറത്തും വിമർശനങ്ങൾ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ച് തന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. അസീം മുനീറിന്റെ ഈ പ്രസംഗം വെറും വാചക കസർത്തുകളാണോ അതോ പാകിസ്ഥാന്റെ പുതിയ നയതന്ത്ര നിലപാടുകളുടെ സൂചനയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, ഒരു ഡംപ് ട്രക്ക് പോലെ ശബ്ദമുണ്ടാക്കി അപകടകരമായ യാത്ര തുടരുകയാണ് പാകിസ്ഥാൻ.